പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ജീവിതമെന്ന് പറയുന്നത് എന്നും സുഗമമായ ഒരു പാതയിലൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതല്ല. അനേക വെല്ലുവിളികൾ ദൈവമക്കളെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഇന്നെവിറ്റബിളി യു ഹാവ് ടു ഫേസ് ഹാർഡ്ഷിപ്സ്. അതുപോലെ ഹാർട്ട് ബ്രേക്ക് വരും. എത്ര നല്ല എഫേർട്ടിട്ട് നല്ലതായിട്ട് നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ് നാം മുന്നോട്ട് പോയാലും നമ്മുടെ ജീവിതത്തിൽ ഹൃദയം തകരുന്ന, ഹൃദയം നുറുങ്ങുന്ന അവസ്ഥകൾ കടന്നു വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ ചില കാറ്റുകൾ നിൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ചിലപ്പോൾ ചില കഷ്ടതകൾ, ചില അഡ്വേഴ്സിറ്റീസ് നമ്മുടെ ജീവിതപാതയുടെ മുമ്പിൽ നാം ഫേസ് ചെയ്യുമ്പോൾ, മക്കളെ പ്രാക്ടിക്കലായിട്ട് ഗോസ്പൽ സെൻറ്റേർഡായിട്ട് ചില പ്ലാനുകൾ, ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കാറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. തന്നെയുമില്ല, കാറ്റുകളെ പോലും തൻ്റെ ശുശ്രൂഷകന്മാരാക്കുന്ന നമ്മുടെ ദൈവം, കാറ്റുകൾ അവനെ അനുസരിക്കും അല്ലേ? അങ്ങനെ അനുസരിക്കുന്ന ആ കർത്താവിനെ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ്റെ ഗുണം ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 30, 31, 32 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: തന്നെ അടിക്കുന്നവന് അവൻ കവിൾ കാണിക്കട്ടെ, അവൻ വേണ്ടുവോളം നിന്ന് അനുഭവിക്കട്ടെ. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില കൊടുങ്കാറ്റുകൾ ഫേസ് ചെയ്തിട്ടില്ലേ? അങ്ങനെയുള്ള ചിലർ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും കൊടുങ്കാറ്റുകൾ വരുന്നത്. ചിലപ്പോൾ വളരെ ഇൻറ്റൻസായിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ നാം നോക്കുമ്പോൾ നമുക്ക് ഷെൽട്ടറിന് ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. തുറന്ന ലാൻഡ്സ്കേപ്പിലായിരിക്കും നമ്മൾക്ക് നിൽപ്പ്. മനസ്സിലായോ? അതായത് ചില കൊടുങ്കാറ്റുകൾ വരുമ്പോൾ നമുക്ക് ശരണമായിട്ടൊന്നും കാണത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ മുകളിലോട്ട് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് നീല ആകാശത്തിൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതായിരിക്കും. പെട്ടെന്ന് അയ്യോ, ഇത് ഒരു ക്ലസ്ട്രോഫോബിക്കായിട്ട് തീരുമല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. അതുപോലെ ആട് എന്നൊക്കെയുള്ള ആ നല്ല ശാന്തമായിട്ടുള്ള മൃഗങ്ങളുണ്ടല്ലോ, അവർ പോലും ആ കൊടുങ്കാറ്റിനെ ഔട്ട്റൺ ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിക്കും. കൂട്ടത്തോടെ ഈ ആടുകൾ ഓടും. കാരണം they won't outpace much of anything. അവർ പെട്ടെന്ന് ടയേർഡാകും, സ്കാറ്റേർഡാകും. ബാഡ് വെതർ അവരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തവണ്ണം വിഴുങ്ങിക്കളയും. അവരുടെ ശ്രമം രക്ഷപ്പെടാനുള്ളത് തന്നെയുമല്ല, അവരുടെ ആഗ്രഹം ഒന്നും ചിലപ്പോൾ നിറവേറിയില്ലെന്നിരിക്കും. കാരണം ബിക്കോസ് ഓഫ് ദെയർ എക്സ്പോഷർ ടു ദ സ്റ്റോം. എന്നാൽ പശുക്കളൊക്കെ എന്ത് പറ്റും? അത് കൂട്ടമായിട്ട് നിന്നാലും അത് കിടന്ന് കളയും അങ്ങ് താഴേക്ക്. ടൈറ്റായിട്ട് ആ കൊടുങ്കാറ്റിനെ എൻഡ്യൂർ ചെയ്യത്തക്കവണ്ണം വളരെ നല്ലൊരു കാര്യം അവർ ചെയ്യുന്നത്, അവർ കിടന്ന് കളയും, എന്നിട്ട് ഒരുമിച്ച് കൂടി അങ്ങനെ ഇരിക്കും. പ്രൈസ് ഗോഡ്. കാലാവസ്ഥ ശരിയായെങ്കിൽ മാത്രമേ പിന്നെ അവ എഴുന്നേൽക്കുകയും നടന്നു പോവുകയും ചെയ്യത്തുള്ളൂ. എന്നാൽ ഈ ബഫലോസ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, അത് ഡയറക്റ്റ്ലി ഈ സ്റ്റോമിലേക്ക് അങ്ങോട്ട് നടക്കും. പക്ഷേ ആ സ്റ്റോമിലേക്ക് അത് നടക്കുമ്പോൾ അത് അതിൻ്റെ ഷോൾഡർ ഇങ്ങനെ സ്ക്വയറപ്പ് ചെയ്യും. എത്ര വിൻഡും വെതറും വന്നാലും അതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റും. തന്നെയുമല്ല, സ്ട്രെയിറ്റ് അങ്ങനെ അങ്ങ് നടന്നു പോകുമ്പോൾ ആ സ്റ്റോമിൻ്റെ എക്സ്പോഷറിന് അവയ്ക്ക് അധികമായിട്ട് വിധേയപ്പെടേണ്ടതായിട്ട് വരത്തില്ല.
Buffalo still have to deal with the raging storms just like the rest of the animals on the plains. പക്ഷെങ്കിൽ അവരുടെ ഒരു അഡാപ്റ്റഡ് റെസ്പോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതികരണമുണ്ട്, അവർ ശീലിച്ചെടുത്തൊരു പ്രതികരണമുണ്ട്. അതവരെ സഹായിക്കും. എന്തിനാണെന്നറിയാമോ? ഈ കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിൽ അധിക നേരം അടിക്കാതെ വണ്ണം അതിൻ്റെ ലോങ്ഗിവിറ്റിയുടെ എഫക്റ്റിനെ അത് മിനിമൈസ് ചെയ്യും. നമ്മുടെ ഈ പ്രകൃതിയിലുള്ള പല കാറ്റുകളും കൊടുങ്കാറ്റുകളുമൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഇടിമിന്നലോടുകൂടിയായിരിക്കും കാറ്റുകൾ വരുന്നത്. ബാഡ് ലൈറ്റ്നിങ് സ്റ്റോം വരും. ഹല്ലേലൂയ. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ ഏത് വിധത്തിലുള്ള സ്റ്റോംസ് ജീവിതത്തിൽ വന്നാലും ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് ആയിരിക്കും, ഒരു ചീത്ത ഡിസിഷൻ ജീവിതത്തിൽ എടുത്തതായിരിക്കും, ചില നഷ്ടങ്ങളായിരിക്കും, ചില ഹൃദയവേദനകളായിരിക്കും, കടന്നു വരുന്ന ചില സാഹചര്യങ്ങളായിരിക്കും. അതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നതായിരിക്കും. പ്രൈസ് ഗോഡ്. 2020 ഡംസ്റ്റർ ഫയർ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഒരു കൊടുങ്കാറ്റിൻ ഒക്കെ കൂടെ വന്ന ഒരു അനുഭവമാണ്. ആ കൊടുങ്കാറ്റ് വന്നപ്പോൾ എവിടുന്നാണ് വന്നെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാത്തിൻ്റെ മേലും വന്ന് പതിച്ചു. ജീവിതത്തിലെ സ്റ്റോംസ് പെട്ടെന്നായിരിക്കാം, ഇൻറ്റൻസ് ആയിരിക്കാം, ചിലപ്പോൾ തുറന്ന സ്ഥലത്ത് നീ ആയിരിക്കുമ്പോഴായിരിക്കാം. പക്ഷെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഷെൽട്ടറിനുള്ള ഓപ്പർച്യൂണിറ്റീസ് സ്വർഗത്തിലെ ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ചോദിക്കുന്നൊരു ചോദ്യം, നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? നമ്മൾ ക്ഷീണിച്ച് തളർന്ന് പോകുന്നത് വരെ ഈ ആടുകളെപ്പോലെ ഓടുമോ? അതോ ഈ പശുക്കളെപ്പോലെ നാം എവിടെയെങ്കിലും കിടന്ന് കളയുമോ? അതോ നമ്മുടെ ആ റെസ്പോൺസ് നാം ശീലിച്ചെടുത്ത് നമ്മുടെ ആ ഷോൾഡറിനെ വിരിച്ചു നിർത്തിക്കൊണ്ട് ആ സ്റ്റോംസ് നമ്മുടെ ദേഹത്തെ അതുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മീതെ കടന്നു പോകുവാൻ തക്കവണ്ണം ബഫ്ലോസ് ചെയ്യുന്ന പോലെ നാം അനുവദിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി കൊടുങ്കാറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ചില കഷ്ടതകളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് പരിചയം നേടിയിട്ടുണ്ട്. വേദനകൾ വന്നിട്ടുണ്ട്, ഹൃദയവേദനകൾ വന്നിട്ടുണ്ട്, നിരാശകൾ വന്നിട്ടുണ്ട്. എത്ര പരിശ്രമം ഞാൻ കഴിച്ചാലും ചില സ്റ്റോംസ് എൻ്റെ ജീവിതത്തിൽ വന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അതിനോടെല്ലാം എൻ്റെ റെസ്പോൺസ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില സമയം വിചാരിച്ചിട്ടുണ്ട് ചില സ്റ്റോംസൊക്കെ വരുന്നത് അങ്ങ് ഇഗ്നോർ ചെയ്തേക്കാമെന്ന്. ചിലപ്പോൾ ചില സമയത്ത് കാറ്റ് വളരെ വേഴ്സ്റ്റായിട്ടുള്ള രീതിയിൽ അടിക്കുന്ന സമയത്ത് ഓടി അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ ഗൈഡായിട്ടിരുന്ന് എനിക്ക് ഷെൽട്ടർ തന്ന് എന്നെ വിടുവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഡോണ്ട് റൺ ഫ്രം ട്രബിൾ. കഷ്ടതയിൽ ഓടി പോകരുതേ. ടേക്ക് ഇറ്റ് ഫുൾ ഫേസ്. The worst is never the worst. Why? Because the master won't ever walk out and fail to return. എൻ്റെ യേശു നിന്നോട് കൂടെ ഉണ്ടെന്നേ. അവൻ അവിടുന്ന് നടന്ന് നീങ്ങിയിട്ട് തിരിച്ചു വരാതെ ഇരിക്കത്തില്ല നിൻ്റെ അടുത്ത്. അവൻ നടന്ന് നീങ്ങത്തുമില്ല, നിന്നെ വിട്ടിട്ട് പോത്തുമില്ല. ഹല്ലേലൂയ. അവൻ വളരെ ടെൻഡറായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അവൻ്റെ സ്നേഹം വളരെ വലുത് തന്നെ. ദുഃഖിപ്പിച്ചാലും നിൻ്റെ കരുണയ്ക്കൊത്തവണ്ണം അവൻ കരുണ തോന്നും, കരുണ കാണിക്കും, എന്നേക്കും തള്ളിക്കളയത്തില്ല എന്നല്ലേ നമ്മുടെ കുറിവാക്യം നമ്മളോട് പറയുന്നത്. Unfortunately, storms in life are more a matter of when than if. പലപ്പോഴും കാറ്റുകളെക്കുറിച്ചുള്ള കാര്യം വരുമ്പോൾ എപ്പോഴാണ് വരുന്നത് അതല്ലായിരിക്കും നമ്മുടെ ചോദ്യം. ഇഫ് വന്നാൽ എന്തായിരിക്കും? ഞാൻ പറയട്ടെ, ഈ രണ്ട് വാക്കും എനിക്കിഷ്ടമില്ല. വെൻ, ഇഫ്. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോഴും എനിക്ക് ആ രണ്ട് വാക്കിനോട് ഇഷ്ടമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ നമ്മുടെ ലൈഫ്
പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ അതിനെ കൊണ്ടുപോകാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കൃപ തരണം. ഹല്ലേലൂയ. നല്ല പ്രകാശമുള്ള സൺഷൈനും റോസസും ഒന്നും ചിലപ്പോൾ റിയാലിറ്റി ആയിട്ട് ജീവിതത്തിൽ കണ്ടില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, ഹല്ലേലൂയ, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ യു റൺ. ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടിരിക്കുക. ഏത് ഡയറക്ഷനിലേക്ക് കുഞ്ഞേ നീ ഓടും? കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാറ്റും കോളും നിറഞ്ഞ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ തളർന്നു പോകാതെ ഓടുവാനും ക്ഷണിച്ചു പോകാതെ നടക്കുവാനും ഏത് കൊടുങ്കാറ്റിലും കർത്താവെ നിൻ്റെ തോളിൽ ചാരിക്കൊണ്ട് നല്ല ആശ്വാസം തരുന്ന നല്ല കർത്താവിൽ പൂർണ്ണാശ്രയം വെച്ച് മുന്നോട്ട് പോകാനും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാകണം. യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ നീ കൃപ തരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.